അതിരാത്രം വലിയൊരു ഓളമാണ്, വലിയൊരു ജനതരംഗമാണ് ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞ 9 ദിവസമായിട്ട് ഇവിടെ ജനത്തിരക്കാണ്, ജനനിബിഡമാണ്. നാനാഭാഗത്തു നിന്ന്, നാനാ തുറകളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തുകയാണ്. ഈ അതിരാത്രം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന 2-3 കാര്യങ്ങളെല്ലാം നിറവേറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, പ്രാചീനമായ ഏറ്റവും അതിപ്രാചീനമായ ആചാരങ്ങളിൽ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് ഈ അതിരാത്ര മഹായാഗം എന്ന് പറയും. അതിനെ നമ്മൾ ഇപ്പോൾ 2014 ശേഷം അഗ്നിഷ്ടോമ സോമയാഗത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ചെയ്യാൻ നമ്മൾ തയ്യാറായി. കാരണം ഇത് സംരക്ഷിക്കപ്പെടണം, ഡോക്യുമെൻ്റ് ചെയ്യണം. ഇതിൽ നിന്ന് ധാരാളം ഗണിതശാസ്ത്രവും അതുപോലെ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രാചീന കാലത്ത്. അത് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഈ യാഗം ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതോടൊപ്പം അതിരാത്രത്തിൻ്റെ ഒരു വലിയ വിശാലമായ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നതോടൊപ്പം ഞങ്ങൾ ഒരു പ്രദർശനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണിത് കുട്ടികൾക്കൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ അതിരാത്രത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ ശുദ്ധി ഉണ്ടാവുക, വിഷലിപ്തമായ നമ്മുടെ ഈ വാതാവരണത്തിൽ ഒരു സുഗന്ധത്തിൻ്റെയും അതേപോലെ നല്ല വായുവിൻ്റെയും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ 10 ദിവസമാണ് ഈ അതിരാത്രം എന്ന് പറയുന്നത്. യജമാനൻ്റെ ദീക്ഷ കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇത് 13 ദിവസം വരെ നടത്തുന്ന ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ ദീക്ഷ കഴിഞ്ഞ് അന്ന് തന്നെ നമുക്ക് ആരംഭിച്ചാൽ 10 ദിവസമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ആ 10 ദിവസത്തെ അതിരാത്രത്തിൽ അഗ്നി ചയനം, അതായത് എങ്ങനെയാണ് അഗ്നിയുടെ ഉപയോഗം നമ്മുടെ അന്തരീക്ഷത്തിൽ മാറ്റം വരുത്തുന്നത്, യാഗം എങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ മാറ്റം വരുന്നതെന്നുള്ളത് പഠിക്കുന്നതിന് വേണ്ടി സ്പെക്ട്രോഗ്രാഫി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പെക്ട്രോഗ്രാഫി വെച്ചിട്ടുള്ള പഠനം നടത്തിയത് ഭാരതത്തിലെ പ്രശസ്തനായ ഒരു ഫിസിസിസ്റ്റാണ് ഡോക്ടർ സക്സേന. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പഠനങ്ങളിൽ നിന്ന് ഈ ക്ലൗഡ് സീഡിങ് പോലുള്ള കാര്യങ്ങൾക്ക് ഇത് എത്രമാത്രം പ്രയോജനം ചെയ്യുന്നുണ്ടെന്നുള്ള പഠനം നടന്നിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ 8 ദിവസമായിട്ട് ഇവിടെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ EEG ലെവലിൽ മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് പഠനം നടത്തി. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പഠനവും ഇവിടെ അനുബന്ധമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മാനസികമായ ഒരു വലിയ സമാധാനമാണ്. ഇവിടെ വന്നു പോകുന്നവരെല്ലാവരും പറഞ്ഞ് ഈ അന്തരീക്ഷത്തിലെത്തിയാൽ അവർക്ക് പോകാൻ തോന്നുന്നില്ല, ഇവിടെ നിൽക്കാൻ തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വലിയൊരു മാറ്റം ഇവിടെ ഉള്ളതുകൊണ്ടാണല്ലോ അത് സംഭവിച്ചത്. ആയിരക്കണക്കിന് ഇന്നലെ ഏതാണ്ട് 10,000-ഓളം ആളുകളാണ് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നത്. അത് പലപ്പോഴും അതിനെ മുന്നോട്ട് അതിക്രമിച്ച് പോയി എന്നുള്ളതാണ് സത്യം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്.